ചെസ് നമ്പർ 4412 വേദിയിൽ ചെസ് നമ്പർ 4412 വേദിയിൽ ചെസ് നമ്പർ 4412. കൈവിട്ടു പോവോ? അതുമായി ഞാൻ കുറേ കഷ്ടപ്പെട്ടത്. ചിരിയിലെ കളിയാക്കാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തേ പഴയതൊക്കെ മറന്നിട്ട് ഒരു വർത്താനം. ഓന് ഓ പണ്ടിനെ നന്നായിട്ടൊന്ന് സ്നേഹിച്ചതാണ്. അതാ ഈ നെറ്റിക്കാണ്ട മുറിവ് ചോര കുറേ പോയി. രാവിലെ പന്തക്കാട്ടില് വൈകുന്നേരം വരെ ഞാൻ ഒളിച്ചിരിക്കേ ഫുള്ള് പെടയായിരുന്നപ്പോ അച്ഛനെങ്ങാനും പറഞ്ഞ അയാളെ ആനത്തോട്ടി വെക്കച്ചു.
പക്ഷേ നിനക്കൊക്കെ ഈ തോട്ടി മതി. എനിക്ക് പഠിച്ചിട്ട് കുടിയൊരു കാര്യവുമില്ല. ചോരമണി കൂടുതൽ പഠിക്കുന്നുണ്ടോ? പഠിച്ചതാരാ? നേർക്ക് നേരെ നോക്കാൻ കഴിയാത്തവരോ? ഒന്നക്കാട്ടിൽ മറഞ്ഞു നടക്കുന്നവരോ? അത് ആ കോലരത്നം നാലിന് സോമൻ ഓന്റെ മോൻ മാണിക്യൻ. ഈ മുറിവാണെങ്കിലും ഇതിന്റെ തലയാണെന്ന് ചോദിച്ചോ. നീ എനിക്കുണ്ടാകാണോ? നമ്മളെ കാണുമ്പോ ഓരോ നടുവന്ന് പറയും. എന്താ ബഹുമാനം കണ്ട പേടി കൊണ്ട് ഓരോ ഉള്ളി കിടക്കണ പേടി ആദിയിലേക്ക് തലക്കും ഒന്ന് കുത്തണം. എനിക്കിത് ബഹുമാനം ഉണ്ടാവും. നാട്ടുകാർ ഓരോരുത്തരും അറിയും. ഞാൻ അറിയിക്കും. ഒരുപാട് വേഷങ്ങൾ അടിച്ചു. അതൊക്കെ ചിന്തിക്കാൻ കാട്ടിയപ്പുറം നല്ലൊരു മകന്റെ വേഷം കിട്ടാൻ മാത്രം ഇൻട്രോളൊക്കെ കഴിച്ചു. ജീവിതത്തിലും നാമെല്ലാം നാടുകളിലെ നിഴൽ നോക്കി നടപ്പവർ. അതൊരു രാജാവിന്റെ കഥയാണ്. പോലീസ് ക്യാമ്പിൽ ഉരുട്ടിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കഥ, മറ്റേ കാത്തിരിപ്പിന്റെ കഥ. അതിലൊരു ഡയലോഗ് ഉണ്ട്. അത് പറഞ്ഞ പിന്നെ ഞാൻ പുറലോകം കഴിക്കാം. ഇപ്പോഴും നാടകം വിട്ടിട്ടില്ല അല്ലേ? അതെങ്ങനെ വിടാൻ പറ്റും? എല്ലാരും പറയുന്ന പോലെ നമ്മുടെയൊക്കെ ജീവിതം തന്നെ നാടകല്ലേ. ഞാൻ പറഞ്ഞ ഡയലോഗ് നാട്ടുകാരൊക്കെ പറയണ്ടേ? അതൊക്കെ എന്തോ കവിത അറിയാന്നല്ലേ ഈ എന്നെ കണ്ടുപിടിക്ക്. പറയും കാണിക്കാം. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ
പാട്ടുപാടും രണ്ടോമൽ പൈകിളികൾ കൂട്ടാൻ വന്നല്ലോ താമര പൈകിളികൾ മിന്നുകൾ നൂറ്റെടുത്ത പൊന്നൂലിൽ പിന്നുകെട്ടാൻ കാത്തിരിക്കണ പൂമരക്കൊമ്പിൽ പിന്നുകെട്ടാൻ കാത്തിരിക്കണ പൂമരക്കൊമ്പിൽ പഞ്ചാര പാട്ടുപാടും രണ്ടോമൽ പൈകിളികൾ കൂട്ടാൻ വന്നല്ലോ താമര പൈകിളികൾ പൂങ്കാവുകളിൽ പിച്ചവയ്ക്കും കുഞ്ഞിക്കാറ്റേ അത് ചെമ്പം പറഞ്ഞതിൽ കാര്യണ്ട് ഏടിയാണ്ടൊക്കെ തെണ്ടി തിരിഞ്ഞിട്ട് ഇപ്പൊ വന്ന് ദൈവക്കോലം കിട്ടുന്നു പറഞ്ഞ അതേടെ തന്നെ ആരാ അല്ലേലും ഈ വിശ്വാസവും വിപ്ലവൊക്കെ ഒരേ കൊടുക്കാൻ കഴിയൂ എന്തേ പറയണേ നോക്കുമ്പോ കാണിക്കലല്ലേ കോലം കെട്ടുന്നത് നീ എന്താണ് കാണാൻ പറയണേ വിശ്വാസമുള്ള കെട്ടുമ്പോഴല്ലേ അതായത് നോക്കി നോക്കാം അങ്ങനെ ഇപ്പൊ ആരാ ഉള്ളേ ചെമ്പതിരിക്കല്ലേ കാര്യം പറഞ്ഞു വരുമ്പോ ഓന് വാ മുള്ള ചർച്ച പറ്റി വരണതല്ലേ എന്നാ പിന്നെ അതങ്ങ് ഉറപ്പിക്കാം അതെ ചെമ്പം കെട്ടട്ടെ കെട്ടട്ടെ അതന്നെയാണ് ശരി വിശ്വാസം വിശ്വാസിയാ മറ്റു വരുന്നത് അല്ല ഇപ്പല്ല ചെമ്പനെ കൊണ്ട് കോലം കെട്ടിച്ചാൽ ആലോചിക്കുകയാണ് മാണിക്കനല്ലേ കോലം കെട്ടുന്നത് അല്ല കേന്ദ്രം മാണിക്കം കെട്ടിയ ശരിയാവൂ നാട്ടുകാരുടെ വിശ്വാസത്തിന്റെ കാര്യമാണ് ഓന്റെ അച്ഛന്റെ അവതാരം നാഗരല്ലേന്നോ ദൈവമൂലി കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ നാല് വിട്ട് പോകാനൊക്കെ ഇങ്ങനെ തിരിച്ചു വരാനാ അല്ല നാഗേന്ദ്ര മാണിക്യം കെട്ടിയാടുമ്പോ ആ വിശ്വാസം പറയോ അതോ വിപ്ലവം പറയോ പക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ മേലെ ഓന്റെ നാട്ടും നടക്കൂല നടത്തിക്കൂല മാണിക്കൻ തന്നെ കെട്ടട്ടെ അടി കെട്ടിയാ
വാള് പിടിക്കേണ്ട കയ്യിലോ കൊടി പിടിക്കട്ടെ. കാവിൽ ആട്ടാണ് തീരുമാനം. തട്ടി നാളെ കഴിക്കട്ടെ. മാണിക്ക, ഞാൻ ചത്താലും നീ തിരിച്ചറിയരുത്. പൂവായിരുന്നോരു കുഞ്ഞിക്ക് പൂവേണി മൂടുവാൻ വെള്ള പുതുച്ചേല നാവൂരു ചൊല്ലാം. ആട്ടക്കാരൻ വന്നു കേട്ടല്ലോ. പോയോ അടവണുണ്ടോ? അരക്കരി വെച്ചാൻ പോയ മുസ്ലിമുള്ള പെണ്ണുങ്ങളെ നായകത്തിന് ഇഷ്ട. അതും മണ്ണിന്റെ മണമുള്ള പെണ്ണ്. ഈ നായകത്തിന്റെ ഭാവിക്ക് പിന്നെ മണ്ണിന്റെ രുചി ഞാനും കൂടെ അറിയട്ടെ. പിടയ്ക്കാതെ പെണ്ണെ. നിന്റെ ഈ മന്ത്രവാദം കൂടെ നാട്ടാരോട് അത് കണ്ട് നാഗേന്ദ്രൻ പേടിക്കുന്ന ആട്ട് നടക്കട്ടെ. കോലം കെട്ടി ആടുന്ന മാണിക്കൻ കണക്കുകൾ കുറച്ച് കണ്ടേ. അതിപ്പോ ദൈവമാണേലും മാണിക്കാണേലും എനിക്കറിയാം. മാണിക്ക അതൊക്കെ കൂടിയതാ. നോക്കി
പരാശക്തി ഉൾക്കൊള്ളും. പറമ്പ് നാല് വറയ്ക്കകത്ത് ജഗത്തന്മാരെ രക്ഷിപ്പാൻ സുതിപ്പവന്റെ സുഖത്തെ വരുത്തിയും നശിപ്പവന്റെ നരകത്തെ കയറ്റിയും ഞാൻ ഉണ്ടാകും. കാണാക്കാട്ടിനകത്ത് കേട്ടോ. ആയതുകൊണ്ട് ഉഴങ്ങട്ടെ ശങ്കും തുണിയും. അല്ലടാ ഇന്ന് നിന്റെ മുഖത്ത് ചായ തേക്കാൻ പോകുന്നു ഞാൻ. തത്തേ കയറി ചിലക്കണ പോലെ കാവ് കയറി നാളോടാന്ന് വിചാരിച്ചോ? കോലം കെട്ടി നാട്ടുകാരുടെ മുന്നില് നാഗേന്ദ്രനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാന്ന് കരുതി. എന്റെ മണ്ണാടാ, ഞാൻ പറയുന്നതാ ഇവിടുത്തെ വിശ്വാസം. നാഗേന്ദ്ര, അന്റെ കുരുതിക്കളിൽ കാവ് കയറുന്ന അറിയാനിട്ടല്ല. നീ ആട്ടിന് മുമ്പേ അന്റെ പൊയ്മുഖം ഞാൻ പഠിച്ചില്ല. നിന്റെ തന്ത ചോമനെ കൊണ്ടായിട്ടില്ല. പിന്നതെ നീ ഓലം കെട്ടി ഇറങ്ങുമ്പോഴേ ഞാൻ വെറും മാണിക്കണല്ലടാ. അന്റെ തന്ത വീരം വരെ കുമ്പിടുന്ന ദൈവമാണാ ഞാൻ. എന്നാ ദൈവം കൂടെ കേട്ടോ. നിനക്കൊരു പെങ്ങളിലായിരുന്നു, ഒരു സുന്ദരി കുഞ്ഞി വന്നതാടാ. നാഗേന്ദ്രൻ വന്നതാടാ. നാഗേന്ദ്രന്റെ ആദ്യ പിഴുതി മണിച്ചന്റെ പെണ്ണിന് കുഞ്ഞ്. കോലം കെട്ടി ആടുന്നുണ്ടെങ്കിലേ കല്ലാണ്. അതിന് ചെറിയൊരു പിള്ളേർ വരുന്നുണ്ട്. ഇനി നീ ആട്, ഞാൻ കാണട്ടെ എന്റെ ആട്ടം. മനസ്സിനോട് പലതും പറയും. കേട്ടാടുമ്പോ അവന്റെ ഉള്ളിൽ പെടയരുത്. ഒറ്റ നിമിഷത്തിന് ഇവിടെ ജീവിതം ഇല്ലാതാക്കരുത്. ഇല്ല, ഈ കാവില് അഞ്ചു തുള്ളുന്നത് ദൈവമാണോ മാണിക്കനാണെന്ന് എനിക്ക് അറിയില്ല. ബാക്കിങ്ങളും കണ്ടതല്ലേ? നീ പറയുന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കണമെന്നാ? അറിയുന്ന ഒരാള് നിങ്ങളെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ചോദിച്ചോക്ക്.
വിപ്ലവകാരികൾക്ക് ചെയ്തത് മാണിക്കലും സത്യത്തെ കുറിച്ച് നമുക്ക് ഇന്ന് കാണാൻ കഴിയും.